എല്ലാവരുടെയും ലൈഫിലുണ്ടാവും ചില മൊമെന്റ്സ്. അതൊരു പക്ഷെ നല്ലതിനുമാകാം, നാശത്തിനുമാകാം. കോളേജിൽ കയറിയതോടെ എല്ലാം മാറി. പുതിയ സ്ഥലങ്ങൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ ഫ്രണ്ട്സ്. പതിയെ പതിയെ ഞാനതെല്ലാമായിട്ട് ഇണങ്ങി. നമ്മൾ വീട്ടുകാരോട് പറയാൻ മടിക്കുന്ന പോലും കൂട്ടുകാരോട് പറയും. പിന്നീട് അങ്ങോട്ട് നല്ല നാളുകളായിരുന്നു. കൊച്ചു കൊച്ചു തമാശകളും പിണക്കങ്ങളും ഇണക്കങ്ങളും ആഘോഷങ്ങളും. അപ്പോഴാണ് അവൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യം ഞാനത് ഒഴിവാക്കിയെങ്കിലും പിന്നീട് അവനാണ് ലോകം. കഴിഞ്ഞ കുറേ നാളുകളായി എവിടേക്കോ നഷ്ടപ്പെട്ട എന്നെ എനിക്ക് അവനിലൂടെ തിരിച്ചു കിട്ടി. പലപ്പോഴും എൻ്റെ ബുദ്ധിമുട്ടുകളിൽ അവൻ എന്നെ സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം വളർന്നു. അത് പരിധിക്കപ്പുറമായി എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം അവൻ്റേതുമായി മാറി. പക്ഷേ പെട്ടെന്നാണ് അവൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ വലുത് അവൻ്റെ താല്പര്യങ്ങളായി. അതിനുശേഷം പല കാര്യങ്ങൾക്കായി അവൻ എന്നെ നിർബന്ധിച്ചു തുടങ്ങി. ആൻഡ് ദെൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ലവ് ചേഞ്ച്ഡ് ഇൻടു ലസ്റ്റ്. പിന്നീട് അങ്ങോട്ട് ഞാനല്ലാതെയായി മാറി. അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. അതിന് ഞാൻ വിസമ്മതിച്ചപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. അതും എൻ്റെ തന്നെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച്. ഇനി ഇതിൽ നിന്നുള്ള ഏക രക്ഷ ഒരു യാത്രയാണ്. ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്തേക്കുള്ള ഒരു യാത്ര. നിങ്ങൾ എൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് എന്നിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പക്ഷേ ഞാൻ മാഞ്ഞു പോയിരിക്കും. എന്നാൽ ഞാൻ കുറിച്ചിടുന്നത് ഇതുമാത്രം. പൂമ്പാറ്റയുടെ വിശപ്പിനെ പ്രണയമെന്ന് തെറ്റിദ്ധരിച്ച ഒരു പൂവുണ്ടായിരുന്നു. പ്രണയമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിശപ്പുകൾക്കിടയിലാണ് ഇന്ന് നാം.